ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി. മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണ് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലഗിലേക്ക് വരുന്ന പവർ സപ്ലൈ ആണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. അതൊന്ന് നമുക്ക് ഈ ഒരു അഡാപ്റ്ററിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. പ്ലഗും ഈ പറഞ്ഞ രീതിയിൽ പ്ലഗ് തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അഡാപ്റ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ പ്ലഗ് കൂടി മാറ്റിയിടണതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതിന് വരാൻ സാധ്യതയുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ വരുന്ന CDA എന്നുള്ള യൂണിറ്റാണ്. ഇതിപ്പോൾ നിലവിൽ നമ്മൾ കയറ്റി വണ്ടി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആയി കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, പിന്നെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് 100% നമുക്കൊരു കൺഫേം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രോബ്ലം കേട്ടോ. നിലവിൽ നമ്മൾ ഈ അഡാപ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി ഓൾറെഡി ഉണ്ട്, കണ്ടിന്യൂറ്റി കിട്ടാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ത്രൂ ഔട്ട് വരാൻ പാടില്ല. അതാണ് അഡാപ്റ്റർ മാറേണ്ട കേസ്. കൂട്ടത്തിൽ കൂടെ പ്ലഗ് നമ്മൾ മാറ്റിയിടുന്നുണ്ട്, കാരണം അത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് വരുമ്പോൾ ഡയറക്റ്റ് വന്ന പ്രോബ്ലമാണത്. പിന്നെ ഉള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ CDA എന്ന് പറഞ്ഞ യൂണിറ്റാണ്. ഈ CDA എന്ന് പറഞ്ഞ ഈ യൂണിറ്റിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും സെയിം ലക്ഷണം തന്നെയാണ് കാണിക്കുക. അത് നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ഇതിൻ്റെ അഡാപ്റ്റർ ഇതൊക്കെ സോക്കറ്റൊക്കെ ക്ലിയറായിട്ട് ടൈറ്റാക്കിയൊക്കെ ഇട്ടതാണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് മാറ്റി വെച്ച് നോക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഏകദേശം ഒരു 12,000 രൂപ നമുക്ക് വിലയുള്ള കേസാണ്. അപ്പോൾ ഒന്നും കൂടി കൺഫേം ചെയ്തതിന് ശേഷം മാറ്റിയാൽ മതി. ഇതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് ബില്ല് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ചെയ്യൽ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ എല്ലാ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ആ പൈസ അത്ര നിലവിൽ ഫ്ലോപ്പ് ആവാമല്ലേ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഇത് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് ജാമ്പർ വയറൊക്കെ വെച്ചിട്ട് ടൈറ്റാക്കി തരാം. അതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്കിത് മാറ്റിയാൽ മതി. പ്രത്യക്ഷത്തിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോബ്ലം കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി റാമ്പിലേക്ക് കയറ്റി വണ്ടി ഒന്ന് ഷെയ്ക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ ഈ CDAയുടെ ഭാഗത്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ളൊരു കാരണം കേട്ടോ. പ്ലഗ് അഡാപ്റ്റർ മാറ്റുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ത്രൂ ഔട്ട് ബോഡി ടച്ചിങ് ആയിട്ട് നിൽക്കാൻ പാടില്ല, കണ്ടിന്യൂ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് മാറ്റണേ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.